बिहारी अर्चना देवीदास जय कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय राम भरते जय सुभद्रमण जय जय प्रभुपाद 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 जय जय प्रभुपाद। श्री राधा निर्मल भगवान की द्वारा भगवान की जय, श्री प्रभुपाद की जय, श्री गुरुदेव की जय, गुरु प्रेमानंद की जय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयामुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी। मूकं करोति वाचालं वङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरो दीनतारिणं श्रीचैतन्यमीश्वरं परमानन्दमाधवम्। ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് പഠിക്കാൻ പോകുന്ന ശ്ലോകം ശ്രീമദ് ഭാഗവതം ക്യാൻഡോ 1 ചാപ്റ്റർ 2 ശ്ലോകം 28-29. വാസുദേവാ പരാ വേദ വാസുദേവാ പരാമഖഃ വാസുദേവാ പരാ യോഗ വാസുദേവാ പരാ ക്രിയഃ വാസുദേവാ പരം ജ്ഞാനം വാസുദേവാ പരം തപഃ വാസുദേവാ പരോ ധർമ്മോ വാസുദേവാ പരാ ഗതിഃ. വാസുദേവ പരമദിവ്യോത്തം പുരുഷൻ, പരാ പരമലക്ഷ്യം, വേദ വേദങ്ങൾ, വാസുദേവ പരമദിവ്യോത്തം പുരുഷൻ, പരാ ആരാധിക്കുന്നതിനായി, മഖ യജ്ഞങ്ങൾ, വാസുദേവ പരമദിവ്യോത്തം പുരുഷൻ, പരാ പ്രാപ്തമാക്കുന്നതിനുള്ള ഉപായങ്ങൾ, യോഗ ദുർജ്ഞേയമായ പരിച്ഛേദങ്ങൾ. വാസുദേവ പരമദിവ്യോത്തം പുരുഷൻ, പരാ ഭഗവാന്റെ നിയന്ത്രണത്തിലുള്ള ക്രിയ ഫലങ്ങൾ ഉളവാക്കുന്ന പ്രവൃത്തികൾ. വാസുദേവ പരമദിവ്യോത്തം പുരുഷൻ, പരം പരമോന്നതൻ, ജ്ഞാനം വിജ്ഞാനം. വാസുദേവ പരമദിവ്യോത്തം പുരുഷൻ, പരം ശ്രേഷ്ഠം, തപഃ വൈരാഗ്യം. വാസുദേവ പരമദിവ്യോത്തം പുരുഷൻ,
പരാശ്രേഷ്ഠ ഗുണം, ധർമ്മ മതം ധർമ്മം, വാസുദേവ പരമദിവ്യോത്തം പുരുഷൻ, പരാ നിയാമകമായ ഗതിഹി ജീവിത ലക്ഷ്യം. വിവർത്തനം. വെളിപ്പെട്ട ധർമ്മശാസ്ത്ര വിജ്ഞാനത്തിന്റെ ആത്യന്തിക പൊരുൾ ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തം പുരുഷനാകുന്നു. പരമദിവ്യോത്തം പുരുഷനെ പ്രീതിപ്പെടുത്തുകയാണ് യജ്ഞാനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശം. യോഗ പരമദിവ്യോത്തം പുരുഷനെ സാക്ഷാത്കരിക്കാൻ ഉള്ളതാകുന്നു. സർവകർമ്മങ്ങളും പരമദിവ്യോത്തം പുരുഷനാണ് പരമമായി പ്രദാനം ചെയ്യുന്നത്. പരമജ്ഞാനം പരമദിവ്യോത്തം പുരുഷനായ ഭഗവാനാകുന്നു. മാത്രവുമല്ല, സമസ്ത കഠിന നിഷ്ഠകളും വൈരാഗ്യങ്ങളും തപശ്ചര്യകളും അനുഷ്ഠിക്കുന്നത് ഭഗവാനെ മനസ്സിലാക്കുവാനാണ്. ഭക്തിയുത സേവന സമർപ്പണമാണ് മതം. ജീവിതത്തിന്റെ നിയാമക ലക്ഷ്യവും പരമദിവ്യോത്തമ പുരുഷനാകുന്നു. ഭാവാർത്ഥം. ഈ ഇരു ശ്ലോകങ്ങളിലും ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തം പുരുഷൻ ഏക ആരാധ്യ പൊരുളെന്ന് സ്ഥിരീകരിക്കുന്നു. ഒരാളുടെ ജ്ഞാതിഭാവത്തെ സ്ഥാപിക്കുകയും അപ്രകാരം നമുക്ക് നഷ്ടമായ ഭഗവത് ഭക്തിയുത സേവനത്തെ പരമമായി പുനരുദ്ധീകരിക്കുകയും ചെയ്യുക എന്ന കർമ്മത്തെയാണ് വേദങ്ങളിൽ വസ്തുനിഷ്ഠമായി പ്രതിപാദിച്ചിരിക്കുന്നത്. വേദങ്ങളുടെ രത്ന ചുരുക്കമാണിത്. ഭഗവത്ഗീതയിൽ ഇതേ സിദ്ധാന്തത്തെ സ്വവാക്യത്താൽ ഭഗവാൻ സ്ഥിരീകരിക്കുന്നു. വേദങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം പരമദിവ്യോത്തം പുരുഷനെ അറിയുക എന്നു മാത്രമാണ്. ഭൗതിക പ്രകൃതിയിൽ ബദ്ധരായ പതിതാത്മാക്കളെ ഉദ്ബോധിപ്പിക്കാനായി മാത്രം അവതാരമായ വ്യാസദേവൻ മുഖാന്തരം ഭഗവാൻ സജ്ജീകരിക്കപ്പെട്ടതാകുന്നു. സർവവേദങ്ങളും ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മോചനം പ്രദാനം ചെയ്യാൻ ഒരു ദേവനും കഴിയില്ല. അഖില വേദശാസ്ത്രങ്ങളുടെയും തീരുമാനമാണത്. പരമദിവ്യോത്തമ പുരുഷനെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത നിർവ്യക്തിഗതവാദികൾ പരമപുരുഷന്റെ അനന്തശക്തിയെ പരമാവധി ലഘൂകരിക്കുകയും മറ്റു ജീവാത്മാക്കളുടെ പദവിക്ക് സമാനമായി താഴ്ത്തുകയും ചെയ്യുന്നു. ഇത്തരം നിർവ്യക്തികവാദികൾക്ക് അത്യന്തം കഠിന പ്രയത്നത്തിലൂടെ മാത്രമേ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയുള്ളൂ. അതീന്ദ്രിയ ജ്ഞാന സംസ്കാരത്തിലൂടെ അസംഖ്യ ജന്മങ്ങൾക്കു ശേഷം മാത്രമേ അവർക്ക് പരമദിവ്യോത്തമ പുരുഷനെ ശരണം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. യജ്ഞാചാര അനുഷ്ഠാനങ്ങൾ വേദകർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണെന്ന് ഒരാൾ വാദിച്ചേക്കാം. അത് യഥാർത്ഥവുമാണ്. എന്നാൽ അപ്രകാരമുള്ള എല്ലാ യജ്ഞങ്ങളും വാസുദേവ സംബന്ധ സാക്ഷാത്കാരത്തെ ഉദ്ദേശിച്ചുള്ളവാകുന്നു. വാസുദേവന്റെ മറ്റൊരു നാമം യജ്ഞമാകുന്നു. സർവയജ്ഞങ്ങളും സർവകർമ്മങ്ങളും യജ്ഞ അഥവാ പരമദിവ്യോത്തമ പുരുഷന്റെ സംതൃപ്തിക്കായി നിർവഹിക്കപ്പെടേണ്ടതാണെന്ന് ഭഗവത്ഗീതയിൽ സുവ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. യോഗതന്ത്രങ്ങളുടെ നിജസ്ഥിതിയും ഇത് തന്നെയാണ്. പരമപുരുഷനുമായി താതാത്മ്യം പ്രാപിക്കുക എന്നതാണ് യോഗ കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഈ യോഗ പ്രക്രിയയിൽ ആസന, ധ്യാന, പ്രാണായാമ, സമാധി തുടങ്ങിയ പലവിധങ്ങളായ ശാരീരിക ലക്ഷണങ്ങളുണ്ട്. മാത്രവുമല്ല, അവയൊക്കെ തന്നെ പരമാത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്ന വാസുദേവ ദർശനത്തിൽ ഏകാഗ്രത കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിച്ചുള്ളവാകുന്നു. വാസുദേവന്റെ ഭാഗിക സാക്ഷാത്കാരമാണ് പരമാത്മ സാക്ഷാത്കാരം. ആ ഉദ്യമത്തിൽ വിജയിക്കുന്ന ഒരാൾ വാസുദേവനെ പരിപൂർണമായി സാക്ഷാത്കരിക്കുന്നു. എന്നാൽ നിർഭാഗ്യകരമായി അധികം യോഗികളും ശാരീരിക പ്രക്രിയയാൽ ആർജിച്ച യോഗാത്മ ശക്തികളാൽ നിരാലംബരായിരിക്കുന്നു. ദൗർഭാഗ്യരായ അവർ പൂർത്തിയാകാത്ത വാസുദേവ സാക്ഷാത്കാരം എന്ന കർമ്മനിർവഹണത്തിനായി അടുത്ത ജന്മത്തിൽ സദ്ബ്രാഹ്മണ കുടുംബത്തിലോ അഥവാ സമ്പന്ന വ്യവസായ കുടുംബത്തിലോ ജന്മമെടുക്കാനുള്ള അവസരം ലഭിക്കുന്നു. അപ്രകാരമുള്ള ഭാഗ്യവാന്മാരായ ബ്രാഹ്മണരോ സമ്പന്നരുടെ പുത്രരോ ആ അവസരം വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്തിയാൽ ദിവ്യശക്തികളുടെ സംസർഗത്താൽ അവർക്ക് വാസുദേവനെ അനായാസേന സാക്ഷാത്കരിക്കാനാകും. നിർഭാഗ്യവശാൽ അത്തരം വിശേഷ വ്യക്തികൾ ഭൗതിക സമ്പത്തിലും പ്രശസ്തിയാലും വീണ്ടും മോഹിക്കപ്പെടുന്നു. അങ്ങനെ ജീവിത ലക്ഷ്യം വിസ്മരിക്കുന്നു. വിജ്ഞാന സംസ്കാര കാര്യത്തിലും ഇത് ബാധകമാണ്. ഭഗവത്ഗീത അനുസരിച്ച് വിജ്ഞാന അഭിവൃദ്ധി നേടാൻ 18 വിഷയങ്ങളുണ്ട്. അപ്രകാരമുള്ള വിജ്ഞാന സംവർദ്ധനത്താൽ ഒരാൾ ക്രമേണ അസൂയാരഹിതനും അഭിമാന ഗർവം ഇല്ലാത്തവനും അലങ്കാരമില്ലാത്തവനും ശുദ്ധഹൃദയനും ശ്രേഷ്ഠ ആത്മീയ ആചാര്യന് പൂർണ്ണ സമർപ്പണം ചെയ്തവനും ആത്മനിയന്ത്രണമുള്ളവനുമായി തീരുന്നു. വിജ്ഞാന സംവർദ്ധനയാൽ ഗൃഹവും ഗൃഹവൃന്ദവുമായി ബന്ധമില്ലാത്തവനായി തീരുകയും മരണം, ജനനം, വാർദ്ധക്യം, രോഗം എന്നിവ ഹേതുവായ ക്ലേശങ്ങളെക്കുറിച്ച് ബോധവാനായി തീരുകയും ചെയ്യുന്നു. അപ്രകാരം അഖില ജ്ഞാന സംവർദ്ധനയും പരമദിവ്യോത്തമ പുരുഷനായ വാസുദേവന്റെ ഭക്തിയുത സേവനത്തിൽ
പരമകാഷ്ഠപ്രാപ്തിയും ലഭിക്കുന്നു. ആകയാൽ എല്ലാ വിഭിന്ന വിജ്ഞാന ശാഖകളുടെയും ആത്യന്തിക ലക്ഷ്യം വാസുദേവനാകുന്നു. വാസുദേവനുമായി സന്ധിക്കുന്ന അതീന്ദ്രിയ പദവിയിലേക്ക് ഒരാളെ നയിക്കുന്ന ജ്ഞാനാഭിവൃദ്ധിയാണ് യഥാർത്ഥ ജ്ഞാനം. ഭൗതികമായ വ്യത്യസ്ത ശാഖകളെ ഭഗവത്ഗീതയിൽ അപ്രകാരം അഖിലജ്ഞാന സമ്പ്രദായം പരമദിവ്യോത്തം പുരുഷനായ വാസുദേവന്റെ ഭക്തിയുത സേനത്തിൽ പരമകാഷ്ഠപ്രാപ്തിയുമായി ലഭിക്കുന്നു. ആകയാൽ എല്ലാ വിഭിന്ന വിജ്ഞാന ശാഖകളുടെയും ആത്യന്തിക ലക്ഷ്യം വാസുദേവനാകുന്നു. വാസുദേവനുമായി സന്ധിക്കുന്ന അതീന്ദ്രിയ പദവിയിലേക്ക് ഒരാളെ നയിക്കുന്ന ജ്ഞാനാഭിവൃദ്ധിയാണ് യഥാർത്ഥ ജ്ഞാനം. ഭൗതികമായ വ്യത്യസ്ത ശാഖകളെ ഭഗവത്ഗീതയിൽ അജ്ഞാനമെന്നും യഥാർത്ഥ ജ്ഞാനത്തിന്റെ പ്രതിഫലമെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. ഒരു ഭൂതപ്രപഞ്ച ശാസ്ത്രത്തിന്റെ പരമലക്ഷ്യം ഇന്ദ്രിയ തൃപ്തിയാണ്. അതായത് ഭൗതിക അസ്തിത്വ കാലയളവ് ദീർഘിപ്പിക്കുകയും അപ്രകാരം ത്രിവിധ ക്ലേശങ്ങളിൽ അവിരാമം തുടരുകയുമാണ്. ആകയാൽ ഭൗതിക അസ്തിത്വത്തിലെ ക്ലേശഭരിത ജീവിതം അജ്ഞാതയാകുന്നു. എന്നാൽ ആത്മീയ സാക്ഷാത്കാര പദവിയിലേക്ക് നയിക്കുന്ന അതേ ഭൂതപ്രപഞ്ച ശാസ്ത്രത്തെ ഭൗതിക അസ്തിത്വത്തിലെ ക്ലേശനിർഭര ജീവിതം സമാപ്തമാക്കാനും അപ്രകാരം വാസുദേവ പദവിയിലുള്ള ആത്മീയ അസ്തിത്വ ജീവിതം ആരംഭിക്കാനും ഒരാളെ സഹായിക്കുന്നു. സർവവിധ തപശ്ചര്യകൾക്കും ഇത് ബാധകമാണ്. ജീവിതത്തിന്റെ ഉന്നതാവസ്ഥ പ്രാപ്തമാക്കാൻ സുമതയാ സ്വീകരിക്കുന്ന ശാരീരിക പീഡനമാണ് തപസ്യ. രാവണനും ഹിരണ്യകശിപുവും ഇന്ദ്രിയ സംതൃപ്തിയുടെ ഉപേയം പ്രാപ്തിയമാക്കാൻ കഠിനമായ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയരായി. ചില രാഷ്ട്രീയ നേട്ടങ്ങൾ ആർജിക്കാനായി ആധുനിക രാഷ്ട്രീയക്കാർ വല്ലപ്പോഴുമൊക്കെ കഠിന തപസ്യകൾ അനുഷ്ഠിക്കാറുണ്ട്. യഥാർത്ഥ തപസ്യയുടെ മാർഗമാകയാൽ വാസുദേവനെ മനസ്സിലാക്കുന്നതിനായി സ്വമേധയാലുള്ള ശാരീരിക അസൗകര്യങ്ങളെ നിശ്ചയമായും സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം സർവവിധ തപശ്ചര്യകളെയും രജസ്തമോ ഗുണങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ജീവിത ക്ലേശങ്ങളെ സമാപ്തമാക്കാൻ രജസ്സിനോ തമസിനോ സാധ്യമല്ല. ത്രിവിധ ഭൗതിക ക്ലേശങ്ങളെ പ്രശമിപ്പിക്കാൻ സത്വഗുണത്തിനു മാത്രമേ കഴിയുകയുള്ളൂ. ശ്രീകൃഷ്ണ ഭഗവാന്റെ മാതാപിതാക്കൾ എന്നറിയപ്പെടുന്ന വാസുദേവനും ദേവകിയും വാസുദേവനെ പുത്രനായി ലഭിക്കാൻ തപശ്ചര്യകൾ അനുഷ്ഠിച്ചു. ഭഗവത്ഗീത 14:4 സർവ്വ ജീവാത്മാക്കളുടെയും പിതാവ് ബീജദാതാവ് ഭഗവാനാണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ആകയാൽ സർവ്വ ജീവാത്മാക്കളുടെയും യഥാർത്ഥ പിതാവ് ഭഗവാനാകുന്നു. സർവ്വ ഉപഭോക്താക്കളിലും വെച്ച് ശാശ്വതനായ ഉപഭോക്താവും ഭഗവാനാണ്. ആകയാൽ അജ്ഞർ കരുതും പോലെ ആർക്കും ഭഗവാന്റെ ഹേതുഭൂതരാകാൻ സാധ്യമല്ല. ദേവകി വസുദേവരുടെ തപശ്ചര്യയിൽ സംപ്രീതനാകയാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവരുടെ പുത്രനാകാൻ സമ്മതിച്ചു. ആകയാൽ ഏതൊരു തപസ്യയുടെയും അന്തിമ ലക്ഷ്യം വാസുദേവ പ്രാപ്തിയാകണം. വാസുദേവൻ യഥാർത്ഥ പരമദിവ്യോത്തം പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാകുന്നു. മുമ്പ് വിശദമാക്കിയതുപോലെ യഥാർത്ഥ പരമദിവ്യോത്തം പുരുഷൻ സ്വയം അസംഖ്യ രൂപങ്ങളിൽ വിസ്തൃതമാകുന്നു. അപ്രകാരമുള്ള വിസ്തരണങ്ങൾ ഭഗവാന്റെ വ്യത്യസ്ത ശക്തികളാലാണ് സാധ്യമാകുന്നത്. ഭഗവാന്റെ ശക്തികൾ ബഹുവിധങ്ങളാകുന്നു. മാത്രവുമല്ല ഭഗവാന്റെ ആത്യന്തിക ശക്തികൾ ശ്രേഷ്ഠവും ബാഹ്യശക്തികൾ കീഴ്ത്തരവുമാകുന്നു. ഭഗവത്ഗീത 7:4-6 അവയെ പരാപ്രകൃതിയെന്നും അപരാപ്രകൃതിയെന്നും വർണ്ണിച്ചിരിക്കുന്നു. ആകയാൽ ആത്യന്തിക ശക്തിയാൽ സംഭവ്യമാകുന്ന ഭഗവാന്റെ വ്യത്യസ്തങ്ങളായ വിസ്തരണങ്ങൾ ശ്രേഷ്ഠ സ്വരൂപങ്ങളും ബാഹ്യശക്തിയാൽ സംഭവിക്കുന്ന വിസ്തരണങ്ങൾ ഗുണപരമായ അപ്രധാന സ്വരൂപങ്ങളുമാകുന്നു. ജീവസത്തകളും ഭഗവാന്റെ വിസ്തരണങ്ങളാകുന്നു. ഭഗവാന്റെ ആത്യന്തിക ശക്തികളാൽ വിസ്തൃതമായ ജീവസത്തകൾ നിത്യമുക്താത്മാക്കളാകുന്നു. അതേസമയം ഭൗതിക ശക്തിയാൽ വിസ്തൃതമായവർ ശാശ്വത ബദ്ധാത്മാക്കളാണ്. ആകയാൽ സമസ്ത ജ്ഞാന സംവർദ്ധനയും തപശ്ചര്യകളും യജ്ഞങ്ങളും കർമ്മങ്ങളും നിശ്ചയമായും നമ്മളിൽ പ്രവർത്തിക്കുന്ന സ്വാധീന ശക്തിയുടെ സ്വഭാവത്തെ ലക്ഷ്യം വെച്ചുള്ളതാകണം. നിലവിൽ നാം എല്ലാവരും ഭഗവാന്റെ ബാഹ്യശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്നു. സ്വാധീനശക്തിയിൽ നിയന്ത്രിക്കപ്പെടുന്നു. സ്വാധീനശക്തിയിൽ മാറ്റം വരണമെങ്കിൽ നിശ്ചയമായും ആത്മീയശക്തി വർദ്ധിപ്പിക്കണം. മഹാത്മാക്കൾ അഥവാ ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവനത്തിൽ നിരതരായവർ ആന്തരിക ശക്തിയുടെ നിയന്ത്രണത്തിലാണ്. തത്ഫലമായി അത്തരം വിശാല മനസ്കരായ ജീവാത്മാക്കൾ യാതൊരു വ്യതിയാനവും കൂടാതെ ഭഗവത് സേവനത്തിൽ സദാ വ്യാപൃതരായിരിക്കുന്നു. ഇതാവണം ജീവിത ലക്ഷ്യവും
ലക്ഷ്യവും. മാത്രവുമല്ല സർവവേദ സാഹിത്യങ്ങളുടെയും നിർണയം ഇതാകുന്നു. അതീന്ദ്രിയ ജ്ഞാനത്തെ സംബന്ധിച്ച ശുഷ്കമായ ദർശനങ്ങളെക്കുറിച്ചോ അഥവാ ഫലങ്ങൾ ഉളവാകുന്ന കർമ്മങ്ങളെക്കുറിച്ചോ നിശ്ചയമായും ആരും വ്യാകുലപ്പെടേണ്ടതില്ല. നിശ്ചയമായും ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമവിധ സേവനത്തിൽ ഏവരും സ്വയം ഏർപ്പെടുന്നു. ഭൗതിക ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ ഭഗവാന്റെ വിഭിന്ന കരങ്ങൾ എന്ന പോലെ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത ദേവന്മാരെയും ആരും നിശ്ചയമായും ആരാധിക്കേണ്ടതില്ല. അവയൊക്കെ തന്നെ വാസുദേവ ഭഗവാന്റെ വിഭിന്ന സഹായ ഹസ്തങ്ങളാകുന്നു. ശിവനെയും ബ്രഹ്മദേവനെയും ദേവന്മാരുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ വിഷ്ണു ഭഗവാനെ അഥവാ വാസുദേവനെ സദാ അതീന്ദ്രിയ തലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഭൗതിക ലോക സത്വഗുണം സ്വീകരിക്കുമ്പോഴും ഭഗവാൻ സർവ ഭൗതിക പ്രകൃതിക്കും അതീന്ദ്രിയനായി സ്ഥിതി ചെയ്യുന്നു. സുവ്യക്തമായി അക്കാര്യത്തെ താഴെ പ്രതിപാദിക്കുന്നു. ദൃഷ്ടാന്തം തെളിയിക്കുന്നു. കാരാഗൃഹങ്ങളിൽ കുറ്റവാളികളും ജയിൽ അധികാരികളുമുണ്ട്. മാത്രമല്ല അവർ ഇരുവരും രാജാനുശാസനങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു. എന്നാൽ ജയിൽ സന്ദർശിക്കുന്ന രാജാവ് ജയിലിലെ നിയമങ്ങൾക്ക് അതീതനായി വർത്തിക്കുന്നു. രാജാവ് കാരാഗൃഹ നിയമങ്ങൾക്ക് സദാ അതീന്ദ്രിയനായതുപോലെ ഭഗവാൻ ഭൗതിക ലോക നിയമങ്ങൾക്ക് സദാ അതീതനാണ്. ഹരേ കൃഷ്ണ. നമ്മള് ഇന്നത്തെ നമ്മുടെ ഈ ശ്ലോകത്തില് പറയുന്നത് സർവ എല്ലാത്തിന്റെയും അൾട്ടിമേറ്റ് ഭഗവാനാണ് എന്നുള്ളതാണ്. വാസുദേവനാണ് എല്ലാത്തിന്റെയും ആത്യന്തിക ലക്ഷ്യം എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ 28, 29, 1, 2, 28, 29 ഈ ശ്ലോകത്തിലൂടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഭഗവത്ഗീതയിലും ഇതേ ശ്ലോകം കണക്ട് ചെയ്ത് നമുക്കൊരു ശ്ലോകം വരുന്നുണ്ട്. ഭഗവത്ഗീത 7:19 ബഹുനാം ജന്മനാം വന്ദേ ജ്ഞാനവാനമാ പ്രപത്തിന്റെ വാസുദേവ സർവഗതി സമഹാത്മാ സുദുർലഭ. ഒരുപാട് മഹാത്മാക്കളും യോഗികളും കർമ്മികളും ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും നല്ല ആൾക്കാരാണ്. പക്ഷെ അവരുടെ ഒന്നും ലക്ഷ്യങ്ങള് ഭഗവാനെ പ്രാപിക്കാനുള്ളതല്ല എങ്കിൽ എന്നുവെച്ചാൽ ഒത്തിരി പേര് സന്യാസിമാര് യോഗികൾ എല്ലാവരും ഉണ്ട്. അപ്പൊ അവരെല്ലാം പല വിധമായിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ അവരുടെയൊക്കെ ആത്യന്തിക ലക്ഷ്യം വാസുദേവനെ പ്രാപിക്കുക എന്നതല്ലെങ്കിൽ അതിന് പറയുന്ന വെച്ചാൽ ശ്രമ ഏവഹി കേവലം എന്നാണ്. എന്ന് വെച്ചാൽ അവരാ പരിശ്രമങ്ങളെല്ലാം വിഫലമാണ് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പം ഉപയോഗശൂന്യമായ പരിശ്രമങ്ങളാണെന്ന് വെച്ചാൽ എല്ലാ ഈ യോഗയുടെ ആയിരുന്നാലും പിന്നെ സന്യാസിമാരുടെ ആയിരുന്നാലും അവരെല്ലാം ഒരു തപസ് അനുഷ്ഠിച്ച് ഒരു തപശ്ചര്യയിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ കഠിനമായ തപശ്ചര്യകളായിരിക്കും അവർ അനുഷ്ഠിച്ചു വരുന്നത്. പക്ഷെ അതിന്റെ ആത്യന്തിക ലക്ഷ്യം ഭഗവാൻ അല്ലെങ്കിൽ അവർ ചെയ്ത ശ്രമങ്ങളെല്ലാം അവര് അനുഷ്ഠിച്ച കഠിനമായ തപശ്ചര്യകളെല്ലാം വെറും കേവലം ശ്രമം എന്ന് വെച്ചാൽ അത് ഉപയോഗശൂന്യമായ പരിശ്രമങ്ങളായിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാത്തിന്റെ ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും അതിന്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യം ഭഗവാനാണ്. ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ് എല്ലാ കർമ്മങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം എന്നാണ് നമുക്ക് ഈ ശ്ലോകത്തിനകത്ത് പറയുന്നത്. അത് ശ്രീമദ് ഭാഗവതം 1:2 ആ 1:2 നമുക്ക് 8 ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ധർമ്മസനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാശ്യ നോത്പാദ യദ്യേതി രതിം ശ്രമയേവഹി കേവൽ. നമ്മൾ ഏതെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്താലും കഠിനമായ തപസ്സുകൾ ചെയ്താലും വാസുദേവനെ സമീപിച്ചില്ലെങ്കിൽ അതെല്ലാം പാഴായ പരിശ്രമമാണെന്ന് നമുക്ക് 1:2 നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ 1:2 നമുക്ക് പറയുന്നു. അപ്പം നമുക്കിപ്പോ ഇതിനകത്ത് ഈ ശ്ലോകത്തിനകത്ത് ഭഗവാന്റെ അനന്തപൂർണമായ എന്ന് വെച്ചാൽ ഭഗവാന്റെ നമുക്ക് രൂപങ്ങളൊന്നും നമുക്ക് എണ്ണാൻ ഭഗവാൻ അനന്തമാണ് ഉള്ളത്. അത് ബ്രഹ്മസംഹിത 5:33 പറയുന്നുണ്ട്. അദ്വൈതം അച്യുതം അനാദിം അനന്തരൂപം ആദ്യം പുരാണ പുരുഷം നവയൗവനം ച വേദേഷു സുദുർലഭ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അപ്പം ഭഗവാന്റെ അനന്തമായ രൂപങ്ങളും നമുക്ക്
ബ്രഹ്മ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇത് നമുക്ക് നോക്കാം. വാസുദേവ പരാവേദ, വാസുദേവ പരാമഖ, വാസുദേവ പരായോഗ, വാസുദേവ പരാക്രിയ, വാസുദേവ പരജ്ഞാനം, വാസുദേവ പരം ദവ, വാസുദേവ പരോധർമ്മോ, വാസുദേവ പരാമുഖ്യതി. അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാത്തിന്റെയും ഉറവിടമാണ്. എന്ന് വെച്ചാൽ ഭഗവാൻ എല്ലാത്തിന്റെയും ഉറവിടമാണ്. പക്ഷെ ഭഗവാന് പ്രത്യേകിച്ച് ഉറവിടമൊന്നുമില്ല. എല്ലാത്തിന്റെയും ഉറവിടം ഭഗവാനാണ്. പക്ഷെ ഭഗവാൻ ഒന്നിന്റെയും ഉറവിടം അല്ല എന്ന് പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ശ്ലോകം, ഒന്നാമത്തെ ക്യാൻഡോയിൽ ആദ്യത്തെ ശ്ലോകം, നമ്മുടെ ജന്മാദ്യസ്യ അത് 1:1 അതില് നമ്മളെ ഫസ്റ്റ് ലൈനില് ജന്മാദ്യസ്യ യഥോ അന്യാത് ഇതരത ശാർത്തേഷു അഭിജ്ഞാ സ്വരാട്. ആ സ്വരാട് എന്ന് പറയുന്ന അർത്ഥത്തിൽ പറയുന്നുണ്ട്. ആ വാക്കിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഭഗവാൻ സ്വതന്ത്രനാണ്. നമ്മൾ പറഞ്ഞില്ലേ ഭഗവാൻ ഒന്നിന്റെ ഉറവിടമല്ല എന്ന് പറഞ്ഞില്ല. അപ്പൊ ആ ശ്ലോകത്തിൽ ആ സ്വരാട് എന്ന് പറയുന്ന ആ വാക്കിന് അർത്ഥം എന്ന് വെച്ചാൽ ഭഗവാൻ പൂർണ്ണമായും സ്വതന്ത്രനാണെന്നാണ്. അപ്പം ഇത് നമുക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് ഭഗവാന്റെ ഈ ഭഗവാൻ എല്ലാത്തിന്റെയും ഉറവിടമാണെന്നും ഭഗവാൻ സ്വതന്ത്രനാണെന്നും ഒന്നും മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ്. എന്ന് വെച്ചാൽ അതിന് കാരണം എല്ലാരും അജ്ഞതയിലാണ്. ഭൗതികമായിട്ടുള്ള സാധാരണക്കാരെല്ലാം അജ്ഞതയിലാണ്. എന്ന് വെച്ചാൽ ഈ ഭൗതിക ലോകമേ അജ്ഞതയിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഭഗവാന്റെ ഈ സർവവും ഭഗവാനാണ് ആത്യന്തിക ലക്ഷ്യമെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് എല്ലാ മനുഷ്യർക്കും കിട്ടണമെന്നില്ല. അതാണ് അത് നമുക്ക് ഭഗവത്ഗീതയിലും എല്ലാം പറയുന്നത്. ഇത് മനസ്സിലാക്കുന്നവർ ദുർലഭമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഭഗവാനാണ് ആത്യന്തിക ലക്ഷ്യം, എല്ലാത്തിന്റെയും ഭഗവാനെയാണ് ആത്യന്തികമായിട്ട് നമ്മൾ പ്രാപിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതെന്ന് അത് മനസ്സിലാക്കുന്നവർ കുറവാണെന്നാണ് ഭഗവത്ഗീതയിലും ശ്രീമദ് ഭാഗവതത്തിലും പറയുന്നത്. ഇത് നമുക്ക് ഈ ഇതിനകത്ത് നമ്മൾ പത്പട്ടിനകത്ത് പറയുന്നുണ്ട്. രാവണനും ഹിരണ്യകശിപുവും ഒക്കെ കഠിനമായ തപശ്ചര്യകളാണ് അനുഷ്ഠിച്ചിരുന്നത്. എന്ന് വെച്ചാൽ അത് അവര് ഓരോ അത് പക്ഷെ ഭഗവാനെ പ്രാപിക്കാനല്ല, അവർ ഓരോരോ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കഠിനമായ ശാരീരിക പീഡകളെല്ലാം അനുഭവിച്ച് ആ തപശ്ചര്യകൾ അനുഷ്ഠിച്ചിരുന്നത്. പക്ഷെ അതെല്ലാം ആ തപശ്ചര്യകളെല്ലാം വിഫലമാണെന്ന് വെച്ചാൽ അവിടെ ഒരിക്കലും ഭഗവാനെ പ്രാപിക്കുക, ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി അല്ല ആ തപശ്ചര്യകളൊന്നും അനുഷ്ഠിച്ചിരുന്നത്. അതും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ചില രാഷ്ട്രീയക്കാർ ഇതുപോലെയുള്ള തപശ്ചര്യകളൊക്കെ അനുഷ്ഠിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാനല്ലാതെ ഈ തപശ്ചര്യകളെല്ലാം അനുഷ്ഠിക്കുന്നത്, അപ്പം അനുഷ്ഠിക്കുന്നത് അതിന് എന്ന് വെച്ചാൽ ഭഗവാനെ മനസ്സിലാക്കാനല്ലാതെ നമ്മൾ ഈ തപശ്ചര്യകൾ അനുഷ്ഠിച്ച് യാതൊരു പ്രയോജനവും അതിനകത്ത് നമുക്ക് വരുന്നില്ല. ഭഗവത്ഗീത 14:4 സർവ്വ ജീവാത്മാക്കളുടെയും പിതാവ് ബീജദാതാവ് ഭഗവാനാണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പൊ സർവ്വ ജീവാത്മാക്കളുടെ യഥാർത്ഥ പിതാവ് ഭഗവാനാവുന്നു. സർവ്വ ഉപഭോക്താക്കളിൽ വെച്ചും ശാശ്വതനായ ഉപഭോക്താവും ഭഗവാനാണ്. ആകയാൽ അജ്ഞർ കരുതും പോലെ ആർക്കും ഭഗവാന്റെ ഹേതുഭൂതരാകാൻ സാധ്യമല്ല. ദേവകി വസുദേവരുടെ തപശ്ചര്യയിൽ സംപ്രീതനായ ശ്രീകൃഷ്ണ ഭഗവാൻ അവരുടെ പുത്രനാകാൻ സമ്മതിച്ചു. ആകയാൽ ഏതൊരു തപശ്ചര്യ ആത്യന്തിക ലക്ഷ്യം വാസുദേവ പ്രാപ്തിയാകണം. അപ്പം ദേവകി മാതാവും വസുദേവരും തപശ്ചര്യ അനുഷ്ഠിച്ചിരുന്നു. എന്തിനായിരുന്നു? അത് ഭഗവാനെ പുത്രനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവരുടെ തപശ്ചര്യക്കുള്ള ബലം എന്ന് പറഞ്ഞാൽ അത് ഭഗവാനാണ് ഒരു ആത്യന്തികമായിട്ട് പ്രാപിച്ചത്. എന്ന് വെച്ചാൽ ഭഗവാൻ പുത്രനായിട്ട് ലഭിക്കാൻ. അപ്പൊ ആ തപശ്ചര്യക്ക് ഒരു ഫലം ഉണ്ടായതെന്ന് പറഞ്ഞാൽ
ഭഗവാൻ പുത്രനായിട്ട് വരുന്നത്. അപ്പം അത് നമുക്കത് ഇതിനകത്തൊരു നമ്മുടെ ആ തപശ്ചര്യക്ക് ഒരു കഠിനമായ തപശ്ചര്യക്ക് ഒരു ഉദാഹരണമാണ് ദേവകി വസുദേവരുടെ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അവര് ഭഗവാനെ പുത്രനായി കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും തപശ്ചര്യകൾ അനുഷ്ഠിക്കുകയും ചെയ്തു. ഭഗവാൻ അതിൽ സംപ്രീതനായി അവരുടെ പുത്രനായിട്ട് വരികയും ചെയ്തു. അവിടെ എല്ലാം അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയായിരുന്നു. നമുക്ക് വിജ്ഞാന സംസ്കാരങ്ങളിൽ ഭഗവത്ഗീത അനുസരിച്ച് വിജ്ഞാനാഭിവൃദ്ധി നേടാൻ 18 വിഷയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അപ്രകാരമുള്ള വിജ്ഞാന സംവർത്തനം ഒരു ക്രമേണ അസൂയാരഹിതനും അഭിമാന ഗർവം ഇല്ലാത്തവനും ബാഹ്യഹങ്കാരം ഇല്ലാത്തവനും ശുദ്ധഹൃദയനും ശ്രേഷ്ഠ ആത്മീയാചാര്യന് പൂർണ്ണ സമർപ്പണം ചെയ്തവനും ആത്മനിയന്ത്രണമുള്ളവനും ആയിത്തീരുന്നു. വിജ്ഞാന സമ്പത്തിനയാൽ ഗൃഹവും ഗൃഹവൃത്തവുമായി ബന്ധമില്ലാത്തവനുമായിത്തീരുന്നു. മരണം, ജനനം, വാർദ്ധക്യം, രോഗം എന്നിവ ഹേതുവായ ക്ലേശങ്ങളെ കുറിച്ച് ബോധവാനായി തീരുകയും ചെയ്യുന്നു. അപ്രകാരം അഖില ജ്ഞാനവർദ്ധനയും പരമദിവ്യോത്ത പുരുഷനായ വാസുദേവന്റെ ഭക്തിത സേവനത്തിൽ പരമകാഷ്ടപ്രാപ്തിയും ലഭിക്കുന്നു. ആകയാൽ എല്ലാ വിഭിന്ന വിജ്ഞാന ശാഖകളുടെയും ആത്യന്തിക ലക്ഷ്യം വാസുദേവനാകുന്നു. വാസുദേവനുമായി സന്ധിക്കുന്ന അതീന്ദ്രിയ പദവിയിലേക്ക് ഒരാളെ നയിക്കുന്ന ജ്ഞാന അഭിവൃദ്ധിയാണ് യഥാർത്ഥ ജ്ഞാനം. എന്നുവെച്ചാൽ നമുക്ക് ഭഗവാനെ ആത്യന്തികമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഉള്ള ഗുണങ്ങളാണ് നമുക്ക് പറയുന്നത്. വെച്ചാൽ നമുക്ക് ഏതെല്ലാം നമുക്ക് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ ആത്യന്തികമായിട്ട് നമുക്ക് പ്രാപിക്കാനും മനസ്സിലാക്കാനും എടുക്കാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ പർപ്പട്ടിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ അസൂയാരഹിതം എന്ന് വെച്ചാൽ നമുക്ക് അസൂയ ഇല്ലാത്തതും അഭിമാന ഗർവം ഇല്ലാത്തവനും എന്ന് വെച്ചാൽ ഒരു ധാർഷ്ട്യം ഒരു ഭാവം ഇല്ലാത്തവനും ബാഹ്യ അലങ്കാരം ഇല്ലാത്തവനും ശുദ്ധഹൃദയനും ശ്രേഷ്ഠ ആത്മീയ ആചാര്യന് പൂർണ്ണ സമർപ്പണം ചെയ്തവനും ആത്മനിയന്ത്രണമുള്ളവനും ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ള ഒരു വ്യക്തിക്ക് എന്നുവെച്ചാൽ ക്രമേണ അദ്ദേഹത്തിന് ഭഗവാനാണ് ആത്യന്തിക ലക്ഷ്യം. എന്ന് വെച്ചാൽ ഭക്തിത സേവനത്തിന്റെ പരമ കാഷ്ടപ്രാപ്തിയിലോട്ട് ആ വ്യക്തിക്ക് എത്തിത്തരാം. ഭക്തിത സേവനത്തിന്റെ പരമ പ്രാപ്തിയിലോട്ട് എത്തുമ്പോൾ തന്നെ ആ ഭഗവാനെ അംഗീകരിക്കാനുള്ള മനസ്സ് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഭഗവാനെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവുമ്പോൾ മാത്രമാണ് ആ നിലയിലോട്ട് ഒരു വ്യക്തിക്ക് ഉയരാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് ആ ലാസ്റ്റ് പാരഗ്രാഫിനകത്ത് പറഞ്ഞുകൊണ്ട് ഭഗവാൻ എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് വ്യത്യസ്തമായ ദേവന്മാരെ ആരാധിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അവയൊക്കെ തന്നെ വാസുദേവ ഭഗവാന്റെ വിഭിന്ന സഹായ ഹസ്തങ്ങളാകുന്നു. ശിവനെയും ബ്രഹ്മദേവനെയും ദേവന്മാരുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ വിഷ്ണു ഭഗവാനെ അഥവാ വാസുദേവനെ സദാ അതീന്ദ്രിയ തലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ നമുക്ക് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വ്യത്യസ്തമായ ദേവന്മാരെ പ്രാപിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഭഗവാനെ നമ്മൾ ആത്യന്തികമായി പ്രാപിച്ചാൽ മതിയാകും എന്നാണ് ഈ ലൈനിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് ഈ ശ്ലോകത്തിനകത്ത് നമുക്ക് എന്ത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അതിന്റെ എല്ലാം അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഭഗവാനാണ്. ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണെന്ന് നമുക്ക് ഈ ശ്ലോകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു ശ്ലോകമാണ്.
അപ്പം ഇത് നമുക്ക് വെച്ചാൽ 2-3 സെക്ഷനായിട്ട് തന്നെ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ ശ്ലോകത്തിൽ വരുന്നത്. ഈ ശ്ലോകം നമുക്ക് കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ ഇതില് എല്ലാമേ ഭഗവാന് ഈ കംപ്ലീറ്റ്ലി നമുക്ക് ഈ 2 ശ്ലോകത്തിലും നമുക്ക് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ എല്ലാം അൾട്ടിമേറ്റ് ഭഗവാനെ തൃപ്തിപ്പെടുത്തുക, ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളത് മാത്രം തന്നെയാണ്. അപ്പൊ അതിനുള്ള വ്യത്യസ്തമായ വഴികളാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഏതെല്ലാം നമ്മൾ എങ്ങനെയെല്ലാം ഇരിക്കണം, നമുക്ക് ഭഗവാനെ പ്രാപിക്കാനുള്ള നമുക്ക് ആ ഗുണങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ നമ്മള് എന്ന് വെച്ചാൽ പല 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 ആചാര്യന്മാരും യോഗികളും സന്യാസിമാരും എല്ലാം ഉണ്ടെങ്കിൽ അവർ കഠിനമായ പല തപശ്ചര്യകളും പല പല അനുഷ്ഠാനങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം വിഫലമായി പോകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരാരും തന്നെ ഭഗവാനെ അൾട്ടിമേറ്റായിട്ട് പ്രാപിക്കാനോ ശ്രമിക്കുന്നില്ല. അപ്പൊ അവരെല്ലാം ചെയ്യുന്ന കഠിനമായ പ്രവൃത്തികളെല്ലാം തന്നെ വിഫലമായിട്ട് അവിടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കലിയുഗത്തില് ഭഗവാൻ സിംപ്ലി പറഞ്ഞിട്ടുണ്ട്, ഹരിനാമത്തിലൂടെ തന്നെ നമുക്ക് മോക്ഷപ്രാപ്തിയിലോട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഭഗവാനെ പ്രാപിക്കാനുള്ള വഴികളാണ്. ഭഗവാനെ എങ്ങനെ നമുക്ക് പ്രാപിക്കാന്നുള്ള അപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഒരുപാട് ദാനധർമ്മങ്ങളും പിന്നെ പല പല കാര്യങ്ങളും എന്ന് വെച്ചാൽ നമ്മള് ഓസ്റ്റിരിറ്റി, നമ്മൾ ഈ ചാരിറ്റി ഓസ്റ്റിരിറ്റി എന്ന് പറഞ്ഞില്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ പുറത്തുള്ള സാധാരണ ആൾക്കാരെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം പല 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 പ്രവർത്തനങ്ങൾ അവർ ചെയ്യാറുണ്ട്. പക്ഷെ ഒന്നും നമ്മൾ ഭഗവാനുമായിട്ട് കണക്റ്റഡ് അല്ലാത്തത് കൊണ്ട് എന്ന് വെച്ചാൽ ഭഗവാന് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കാത്ത കാര്യങ്ങളായതുകൊണ്ട് അതിനൊന്നും അതിൻ്റെതായ പൂർണ്ണമായ ബലം അതിൽ കിട്ടാതെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അത് ഭഗവാനുമായിട്ട് കണക്ട് ചെയ്ത് ഭഗവാൻ അതിന് സെൻട്രായിട്ട് നമുക്ക് നിൽക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും ബലം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഏത് പ്രവൃത്തിയും അത് ഭഗവാനുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുക. നമ്മൾ ആത്യന്തിക ലക്ഷ്യം ഭഗവാൻ തന്നെ ആയിരിക്കണം. അതാണ് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് ഈ 2 ശ്ലോകത്തിലൂടെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭക്തന്മാർക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യാൻ പറ്റുമെങ്കിൽ, കൂടുതൽ പോയിന്റുകൾ എന്തെങ്കിലും ചർച്ച ചെയ്യാൻ പറ്റുമെങ്കിൽ ദയവായിട്ട് പറയുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കഥാം പ്രഭു എന്തെങ്കിലും പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാനുണ്ടോ പ്രഭു? ഹരേ കൃഷ്ണ. നന്ദി മാതാജി, വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. വളരെ നന്ദി മാതാജി. പ്രഭു ഈ ശ്ലോകമായിട്ട് ബന്ധപ്പെട്ട് പ്രഭു കൂടുതൽ എന്തെങ്കിലും പോയിന്റുകൾ പറയാനുണ്ടെങ്കിൽ ഏത് ഡിവോട്ടീസും പ്രഭു പലർക്കും നല്ല നല്ല പോയിന്റുകൾ അറിയായിരിക്കും പ്രഭു. അപ്പൊ നമുക്ക് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് നമുക്കിത് ഡിസ്കസ് ചെയ്യാനായിട്ടേ. അറിയാന്നുള്ളവർക്ക് ആർക്കെങ്കിലും നമുക്ക് ഇതിപ്പോ ഇത്രയും പേര് നമുക്ക് ഈ ക്ലാസ്സിൽ കയറുന്നവർക്ക് ഇത്രയും പേർക്ക് അത് കേൾക്കാനും പറ്റും. ഹരേ കൃഷ്ണ. ഉറപ്പായിട്ട് മാതാജി, ഉറപ്പായിട്ട്. അതായത് മാതാജി പറഞ്ഞത് എന്തെന്ന് വെച്ചാല് ഒരു വിദ്യ പൂർണ്ണമാകുന്നത് കാൽഭാഗം മാത്രമാണ് ഗുരുമുഖത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത്. മറ്റൊരു കാൽഭാഗം നമ്മൾ സ്വയം പരിശ്രമത്തിൽ അധ്യായം കൊണ്ട് ആർജിച്ചെടുക്കണം. മറ്റൊരു കാൽഭാഗം പരസ്പരം സഹപാഠികളിൽ നിന്നും ഡിസ്കഷൻ ചെയ്ത് സംസാരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട് ക്ലാരിഫൈ ചെയ്താണ് മറ്റൊരു കാൽഭാഗം. അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ കാലക്രമേണ ആ വിദ്യയുടെ മറ്റൊരു കാൽഭാഗം കൊടുക്കണം. ഇത് ചാണക്യൻ പറഞ്ഞതാണ്, ശാസ്ത്രങ്ങളിലുള്ളതാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഈ ശ്രീമദ് ഭാഗവതം 8 മുതൽ 9 മണി വരെയുള്ള ഈ ക്ലാസ് 3-ാമത്തെ പാട്ടായ കാൽഭാഗം കേൾക്കാനാണ് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. കാൽഭാഗം നമ്മുടെ ഗുരുമാരായി നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഒരു കാൽഭാഗം നമ്മൾ കുറച്ച് എഫോർട്ട് ഇട്ടാൽ മാത്രമേ ക്ലാസ് എടുക്കാൻ വേണ്ടി മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. സ്വാധ്യായം ചെയ്യുന്നവർക്കാണ് ക്ലാസ് എടുക്കാൻ പറ്റുന്ന അവസരം കിട്ടുന്നത്. എന്നാൽ മറ്റൊരു കാൽഭാഗം, ഇപ്പം മാതാജി ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ആ മറ്റൊരു കാൽഭാഗമാണ്. അതേ ശ്ലോകത്തിനെ കുറിച്ച് എല്ലാ ഭക്തന്മാരുടെയും റിയലൈസേഷൻസ് പങ്കുവയ്ക്കുകയാണെങ്കിൽ
അതൊരു മറ്റൊരു കാൽഭാഗമായി മാറിയേൻ. അങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ചെയ്തു വരുമ്പോൾ മറ്റൊരു ലാസ്റ്റത്തെ 4-ാമത്തെ കാൽഭാഗം കൂടെ കിട്ടി ആ വിദ്യ നമുക്ക് പൂർണ്ണമാവുന്നതാണ്. അത് മാതാജി പറഞ്ഞതിനെ ശിരസ വഹിച്ചുകൊണ്ട് എല്ലാ ഭക്തന്മാർക്കും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആ ശ്ലോകത്തിനെ കുറിച്ച് അവർക്ക് പറയാനുള്ള എന്തെങ്കിലും റിയലൈസേഷൻസ് ഇനിയുള്ള ക്ലാസ്സുകളിൽ പറയാവുന്നതാണ്. എന്തെങ്കിലും ഡോട്ടീസ് അവരവരുടെ കോൺട്രിബ്യൂഷൻസ് ഡെയിലി എന്തെങ്കിലും ഒരു കമൻറ്റ് പറയുന്ന ഒരു പരിപാടിയും കൂടെ ഇനി മുതൽ നമുക്ക് ക്ലാസ്സിൻ്റെ ശേഷം തുടങ്ങി വയ്ക്കാവുന്നതാണ്. ഏതെങ്കിലും ഡോട്ടീസ് വല്ലതും ഈ ശ്ലോകമായിട്ടോ ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി, ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇതിന് മുന്നേ എടുത്ത ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നത് മറ്റു ദേവന്മാരെ നമ്മുടെ മെറ്റീരിയൽ കാര്യത്തിന് വേണ്ടി പ്രീതിപ്പെടുത്താൻ പോകേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ശക്തി നൽകുന്നത് ഭഗവാൻ തന്നെയാണെന്നുള്ളത് ഒരു പോയിന്റ്. രണ്ട്, മാതാജി പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് അസൂയ ഇല്ലാതെ നമുക്ക് ഭഗവാന്റെ ഭക്തി ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോ ഇത് ഓർമ്മ വന്നത്, മഹാരാജ് എന്ത് പ്രശ്നം വന്നാലും ഈ ആളുകൾ ഓരോ പ്രോബ്ലമായിട്ട് മഹാരാജിന്റെ അടുത്ത് എത്താൻ നേരത്ത് ഗുരു മഹാരാജ് വന്നിട്ട് സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു ശ്ലോകമായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. ഒരേ പ്രോബ്ലത്തിന് ഡിഫറെന്റ് ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോ അങ്ങനെ ഒരു തവണ ഒരു ഡിവോട്ടി മഹാരാജിനെ ചോദിച്ചു, മഹാരാജ് ഈ ഭാഗവതം ഒരേ പ്രോബ്ലത്തിന് 2 ശ്ലോകം പറഞ്ഞു കൊടുത്തല്ലോ, അതെന്താണെന്ന് ചോദിച്ചു. മഹാരാജ് പറഞ്ഞു, ഭാഗവതത്തിൽ എവിടെ തൊട്ടാലും സൊല്യൂഷനാണ്, എന്ത് പ്രോബ്ലത്തിനുള്ളതും സൊല്യൂഷനാണ്. അപ്പോ നമ്മൾ ഭഗവത്ഗീത ഭാഗവതത്തിൽ ഏത് ശ്ലോകം നമ്മളത് ആർക്ക് എന്ത് പ്രോബ്ലത്തിന് സജസ്റ്റ് ചെയ്ത് കൊടുത്താലും അതിന് റിസൾട്ട് കിട്ടുമെന്നാണ് മഹാരാജ് പറഞ്ഞതെന്ന് മനസ്സിലായി. അതിൽ ഒരു കാര്യം, ഈ അസൂയയുടെ കാര്യം മഹാരാജ് പറഞ്ഞത് 1:6:26 എന്നുള്ള ശ്ലോകം നാരദമുനി പറയുന്നുണ്ടല്ലോ, ഭഗവാന്റെ ലീലകളും ഗുണങ്ങളും ഇതെല്ലാം അദ്ദേഹം നാമമെല്ലാം പാടി ലോകം മുഴുവൻ ചുറ്റുകയും അങ്ങനെ അതുവഴി സംതൃപ്തിയും ആനന്ദവും അസൂയയുമില്ലാതെ വളരെ ഹമ്പിളായിട്ട് എൻവിയസ് ആയിട്ട് പോയെന്നാണ് പറയുന്നത്. അപ്പം ആർക്കെങ്കിലും നമുക്ക് ഭക്തന്മാർക്ക് ഡെഫിനറ്റ്ലി അസൂയ ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് കാലചക്രപ്രഭുവിന്റെ ക്ലാസ്സിൽ പറഞ്ഞ് നമ്മൾ വിചാരിക്കും നമുക്ക് അസൂയ ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ നടന്നു പോകുമ്പോൾ നല്ലൊരു കാറ് കാണുമ്പോൾ അത് കൊള്ളാം, അല്ലെങ്കിൽ നല്ലൊരു വീട് കാണുമ്പോൾ ഇത് സൂപ്പർ വീടാണല്ലോ എന്നിങ്ങനെ തോന്നുന്നത് തന്നെ ഒരു ഗ്രാബിംഗ് ടെൻഡൻസിയാണ്. അതൊരു അസൂയാണെന്നാണ് കാലചക്രപ്രഭുവിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു, എനിക്ക് എന്തായാലും ഈ ഒരു ടെൻഡൻസി ഉണ്ട്. അത് മാറ്റാനായിട്ട് 1:6:26 നാമാനന്ദസ്യ ആ ശ്ലോകം ഡെയിലി ചൊല്ലുന്നത് അതിനൊരു സൊല്യൂഷൻ ആയിരിക്കും, അതിനൊരു മരുന്നായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദേവകി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല മാതാജി, ഞാൻ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനില്ല. ചക്രപ്രഭു, ആ നാമാനന്ദസ്യ എന്നുള്ള ആ ശ്ലോകം ഒന്ന് വിവർത്തനം കൂടെ ഒന്ന് പറയാം. ഞാൻ വായിക്കാം പ്രഭു. വായിച്ചാലും മതി. 1:6:26 മതി. നാമാനന്ദസ്യ ഹദാത്ര ബപ്പടൻ ഗുഹ്യാനി ഭദ്രാനി കൃതാനി ജസ്മരൻ ഗാംബാരടൻ തുഷ്ടമനാഗതസ്പൃഹ കാലം പ്രതീക്ഷൻ വിമദോ വിമത്സര. വിവർത്തനം. ആത്മാർത്ഥ ഭഗവത് ഭക്തന്റെ ജീവിതം ഇപ്രകാരം ഒരു കരകഞ്ചുകത്താൽ ആവരണം ചെയ്തുകൊണ്ട് ശ്രീ നാരദമുനി വിശദമാക്കി. അത്തരമൊരു ഭക്തൻ ഭഗവാനാൽ അല്ലെങ്കിൽ ഭഗവാന്റെ ഉത്തമ വിശ്വാസയോഗ്യനായ യഥാർത്ഥ ആത്മീയാചാര്യനാൽ ദീക്ഷ സ്വീകരിച്ച ശേഷം ഭഗവത് മാഹാത്മ്യ ജപത്തെ അത്യന്തം ഗൗരവപരമായി ഏറ്റെടുത്ത് ഭഗവത് മാഹാത്മ്യങ്ങൾ മറ്റുള്ളവരെ ശ്രവിപ്പിക്കാനായി വിശ്വം മുഴുവൻ സഞ്ചരിക്കുന്നു. അത്തരം ഭക്തർക്ക് ഭൗതിക നേട്ടത്തിൽ യാതൊരു താല്പര്യവുമില്ല. ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലുക എന്ന
ഏക അഭിലാഷമാണ് അവരെ നയിക്കുന്നത്. കഥാനുചിതമായി ഭൗതിക ശരീരം ഉപേക്ഷിക്കുമ്പോൾ അത് അവർ പ്രതീക്ഷിച്ചിരുന്നു. ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിപ്പോവുക എന്ന അത്യുന്നതമായ ജീവിത ലക്ഷ്യമുള്ളതുകൊണ്ട് അവർക്ക് ആരോടും യാതൊരു മത്സര ബുദ്ധിയോ ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിപ്പോവാൻ യോഗ്യരായി തീർന്നതിന്റെ അഹങ്കാര ഗർവവും ഇല്ല. ഭഗവാന്റെ ദിവ്യനാമം, മാഹാത്മ്യങ്ങൾ, ലീലകൾ എന്നിവ സ്മരിക്കുകയും ജപിക്കുകയും പിന്നെ സ്വന്തം ശ്രവണ ഗ്രഹണ ശക്തിക്കനുസരിച്ച് യാതൊരു ഭൗതിക നേട്ട ഉദ്ദേശങ്ങളും ഇല്ലാതെ മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി സന്ദേശം വിതരണം നടത്തുകയാണ് അവരുടെ ഏക ദൗത്യം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, വളരെ നന്ദി നന്ദി നന്ദി. വേറെ ആർക്കും ഒരു റിയലൈസേഷനും ഇല്ലാന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. പ്രഭു വൈൻഡ് അപ്പ് ചെയ്യാവോ? ഓക്കെ, സാരല്ല മാതാജി, എന്തായാലും ഇന്ന് മുതൽ നമ്മൾ തുടങ്ങി വെച്ചു. അപ്പൊ ഇനി മുതൽ എല്ലാ ക്ലാസ്സിലും കമന്റ്സ് എല്ലാം പറയും. പ്രഭു അത് വേറെ നമുക്ക് കുറച്ചുകൂടെ പ്രഭു ഇപ്പം നമ്മള് പറയുന്നതിന് ചിലപ്പോൾ ഒരു ലിമിറ്റേഷൻ കാണും. അപ്പം പലർക്കും നല്ല രീതിയിൽ വായിക്കുന്നവരും നോട്ട് പ്രിപ്പയർ ചെയ്യുന്നവരും ഒക്കെ കാണും പ്രഭു. അപ്പൊ അവർക്ക് ഇതൊരു നല്ലൊരു ചാൻസ് ആണ്. നമുക്ക് ആ ഒരു കിട്ടുന്ന ഒരു 5 മിനിറ്റ് നമുക്ക് ആ ഒരു നമ്മൾ വായിച്ച ആ അറിവ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ട് നല്ലൊരു അവസരമാണത്. ഇനി മുതലുള്ള ക്ലാസ്സിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്തായാലും ഇന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. വളരെ നന്ദി മാതാജി, നമുക്ക് അടിപൊളിയാക്കാം കേട്ടോ. നന്ദി മാതാജി, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. വാഞ്ചകൽപ്പതരുഭ്യശ്ച കൃപാസിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ഹരേ കൃഷ്ണ.